ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാം. അതായത് ക്വാളിഫിക്കേഷനും ടൈപ്പ് ഓഫ് കീസും മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് കീസൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള പോർഷനാണ് ഈ പബ്ലിക്കേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. സോ എന്താണ് പബ്ലിക്കേഷൻസ്? നമുക്ക് അറിയാം, നമുക്ക് പബ്ലിക്കേഷൻസ് പറഞ്ഞാൽ ഇപ്പോൾ റിസർച്ച് പേപ്പർ ഉണ്ട്, അതുപോലെ ഓരോ വർക്കുകളൊക്കെ ജേർണൽസ് ഉണ്ട്, ഇതൊക്കെ പബ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് അതിന് മുമ്പായിട്ട് എന്താണ് ഒരു സയൻറ്റിഫിക് നെയിം, വാലിഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് നെയിം പബ്ലിഷ് ആയി എന്ന് പറയാൻ കാരണം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പബ്ലിഷ്ഡ് ആയി എന്ന് പറയാം. So we can go through this. That is, a scientific name becomes valid when it is published according to the code of nomenclature. So while we have taken the portion from zoological nomenclature, we have told that there are some articles, that is from 10 to 20. ആ ആർട്ടിക്കിൾസിൻ്റെ ആർട്ടിക്കിൾസിൽ പറഞ്ഞ പോലെ അനുസരിച്ചിട്ടാണ് നമ്മളൊരു സയൻറ്റിഫിക് നെയിം കൊടുത്തിട്ട് കഴിഞ്ഞാൽ അത് വാലിഡാണ്. ആ സയൻറ്റിഫിക് നെയിമാണ് വാലിഡ്. ആൻഡ് that is said to be published. When it is published according to the code of nomenclature only it becomes valid. Then according to the latest rules, in order to get a name of a new taxon valid and published, the name should have a diagnosis which will have to differentiate the new taxon from the other taxa. അപ്പോൾ ഇതിന് പബ്ലിഷ് ചെയ്തു ഒരു പുതിയൊരു ടാക്സോൺ നമ്മൾ വാലിഡ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ മറ്റുള്ള അതർ ടാക്സയിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ചില ഡയഗ്നോസ്റ്റിക്സ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അതായത് എ വർക്ക് ഈസ് ടു ബി റിഗാർഡഡ് ആസ് പബ്ലിഷ്ഡ്. ഒരു വർക്ക് പബ്ലിഷ് ആയി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അണ്ടർഗോ ചെയ്യണം. അതിൽ 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. ഇഫ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് പബ്ലിക്ലി ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് എ പെർമനൻറ്റ് സയൻറ്റിഫിക് റെക്കോർഡ്, ഒരു പെർമനൻറ്റ് സയൻറ്റിഫിക് റെക്കോർഡായിട്ട് നമ്മൾ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദാറ്റ് വർക്ക് ഈസ് സെറ്റ് ടു ബി പബ്ലിഷ്ഡ്. ദെൻ നെക്സ്റ്റ്, ഇറ്റ് മസ്റ്റ് ബി ഒബ്റ്റെയിനബിൾ വെൻ ഫസ്റ്റ് ഇഷ്യൂഡ്. It should be free of charge or by purchase to any institution or individual who might desire it. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന രീതിയിലായിരിക്കണം ഇതിൻ്റെ ഫസ്റ്റ് ഇഷ്യൂ. അതായത് ഈ പബ്ലിഷ് ചെയ്ത സംഭവം നമുക്ക് ഒന്നുകിൽ ഫ്രീ ഓഫ് ചാർജ് കിട്ടണം, അല്ലെങ്കിൽ എനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി ഏബിൾ ടു ബൈ ഇറ്റ്, ഓർ എനി ഇൻഡിവിജ്വൽ ഹൂ നീഡ് ഇറ്റ് ക്യാൻ ഓൾസോ ബൈ. നമുക്ക് ബൈ ചെയ്യാൻ കിട്ടണം ആ പബ്ലിക്കേഷന്. അപ്പോൾ അങ്ങനത്തെ വർക്ക് പബ്ലിഷ് ചെയ്തു എന്ന് പറയാം. ഇനി എന്താണ്, ഇഫ് ദ പേപ്പർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബിഫോർ 1986, it must have been produced on paper with an ink of a quality and durability by conventional printing, so as to become a reasonably permanent document. അതായത് ഇതൊരു പെർമനൻറ്റ് ഡോക്യുമെൻ്റ് ആയി മാറണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് 1986 മുമ്പെയാണ് ഇത് പബ്ലിഷ് ചെയ്തതെന്ന് വെച്ചാൽ അത് നല്ല ക്വാളിറ്റി ഇങ്ക് വെച്ചിട്ടായിരിക്കണം അതിൽ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാകുന്നത്. അതുപോലെ പ്രിൻറ്റിംഗ് ഒക്കെ ഡ്യൂറബിൾ ആയിട്ടുള്ള പ്രിൻറ്റിംഗ് ആയിരിക്കും. അതായത് അത് ഒരു പെർമനൻറ്റ് റെക്കോർഡായിട്ട് വെക്കാൻ പറ്റിയ സംഭവമാണെങ്കിൽ അത് എന്താണ്, പബ്ലിഷ്ഡ് ആയി എന്ന് പറയാം. പിന്നെന്താണ്, എ വർക്ക് പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ 1985 ശേഷമാണ് പബ്ലിഷ് ചെയ്യുന്നത് വെച്ചാൽ അത് എ മെത്തേഡ് ദാറ്റ് ഡസ് നോട്ട് എംപ്ലോയ് കൺവെൻഷണൽ പ്രിൻറ്റിംഗ് ഈസ് ടു ബി ആക്സെപ്റ്റഡ് വിത്തിൻ ദ മീനിങ് ഓഫ് എ കോഡ് ഇഫ് ഇറ്റ് മീറ്റ്സ് അതർ റിക്വയർമെൻറ്റ്സ് മെൻഷൻഡ് അബോവ്. അപ്പോൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അഗ്രി ചെയ്യാൻ, അതായത് ഈ നമ്പർ 1, 2, 3 ഈ കാര്യങ്ങളൊക്കെ അഗ്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വർക്കും എന്താണ് പബ്ലിഷ് ആയി എന്ന് പറയാം. 1985 ശേഷമാണ് ഈ വർക്ക് പ്രൊഡ്യൂസ് ചെയ്തെന്ന് വെച്ചാൽ ഇതിന് മുന്നേ 1, 2, 3 ആയിട്ടുള്ള 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ അഗ്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്, പബ്ലിഷ്ഡ് ആയി എന്നുള്ളത് പറയാം. ഇനി പബ്ലിക്കേഷൻ അല്ല എന്നുള്ള, നമ്മളിപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ ചിലപ്പം ഓരോ വർക്കൊക്കെ ചെയ്തു, ഇപ്പോൾ എന്താണ് ഡിഗ്രിയിലോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ഡിഗ്രിയിലും അതുപോലെ MSc നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അത് പബ്ലിഷ്ഡ് ആവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ നമ്മൾ ജേർണലിൽ കൊടുക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ അത് പബ്ലിക്കേഷൻ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പബ്ലിക്കേഷൻ ആവാത്ത കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഏകദേശം ഒരു 6 കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടി നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ഹാൻഡ് റൈറ്റിംഗ് റിപ്രൊഡ്യൂസ്ഡ് ബൈ സം മെക്കാനിക്കൽ ഓർ ഗ്രാഫിക് പ്രോസസ്സ്. അപ്പോൾ ഇതിൽ ഹാൻഡ് റൈറ്റിംഗ് നമ്മളൊരു മെക്കാനിക്കലായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് വെച്ചിട്ട് അല്ലെങ്കിൽ ഗ്രാഫിക് രീതിയിലുള്ള ഹാൻഡ് റൈറ്റിംഗ് വെച്ചിട്ടാണ് അത് കൊടുക്കുന്നത് വെച്ചാൽ അതെന്താണ്, ഒരു പബ്ലിക്കേഷനെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല.
The next one is the publication in newspapers is not considered if an effective publication. ഇപ്പോൾ ന്യൂസ് നമ്മളിത് കൊടുക്കുന്നത് വെച്ചാൽ അതൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള പബ്ലിക്കേഷന് അല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തേർഡ് പോയിന്റ് ഈസ് ദാറ്റ് മൈക്രോ ഫിലിംസ്, പ്രൂഫ് ഷീറ്റ് ആൻഡ് കമ്പ്യൂട്ടർ പ്രിൻ്റ് ഔട്ട്സ് ആയിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിൽ ഇത് എഫക്റ്റീവ് ആയിട്ടുള്ള പബ്ലിക്കേഷൻ അല്ല. അത് ഫോർ എ നെയിം ടു ബിക്കം വാലിഡ് ഓർ അവൈലബിൾ. ഇപ്പോൾ അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കേഷനായി നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഒരു പാംഫ്ലെറ്റ് രൂപത്തിലാണ്. ഇപ്പോൾ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള പാംഫ്ലെറ്റിൽ ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓൺലി ടു കൊളീഗ്സ് ആൻഡ് സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാംഫ്ലെറ്റ് പോലെ അറേഞ്ച് ചെയ്തിട്ടാണ് കൊടുക്കുകയെന്ന് വെച്ചാൽ ഇതെന്താണ് നമുക്ക് പബ്ലിക്കേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. Then a thesis or any other document deposited in a library or other archive. Then certain thesis, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എം എസ് സിയിലൊക്കെ നമ്മൾ ചെയ്യുന്ന വർക്കുകളോ അല്ലെങ്കിൽ ഡിഗ്രിയിൽ ചെയ്യുന്ന വർക്കുകളൊക്കെ ഒരു ബുക്കായിട്ട് നമ്മൾ ലൈബ്രറിയിലേക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് പബ്ലിക്കേഷനാണെന്ന് പറയാൻ കഴിയില്ല. ഓക്കെ. Then the date of publication is the date on which the publication is mailed to research workers or institution or to subscribe or placed on sale or distributed free of charge. അപ്പോൾ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ എന്താണ്? ഡേറ്റ് വിച്ച് ഈസ് മെയിൽ ടു റിസർച്ച് വർക്കേഴ്സിന് എന്താണ് മെയിൽ ചെയ്ത ഡേറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ അല്ലെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റോ അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതൊക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ പറയുന്നത്. ഇഫ് എ വോള്യൂം ഓഫ് എ ജേർണൽ ഓഫ് ദ ഇയർ 1986 ഈസ് മെയിൽഡ് ഓൺലി 1989 നമ്മൾ 1986 വർക്ക് മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താണ് പബ്ലിഷ് ചെയ്തതെന്ന് കൺസിഡർ ചെയ്യുക. 1989 പബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ് എന്താണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരുപാട് മുമ്പ് വർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അത് എന്നാണോ നമ്മൾ റിസർച്ച് വർക്കേഴ്സിന് അല്ലെങ്കിൽ അതിനൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ മെയിൽ ചെയ്ത് കൊടുക്കുന്നതാൽ അന്നാണ് അത് പബ്ലിഷ് ചെയ്തു എന്നുള്ള പേര് വരുള്ളൂ. ഓക്കെ. അപ്പോൾ ദാറ്റ് ഈസ് അബൌട്ട് ദി പബ്ലിക്കേഷനെ കുറച്ച് കാര്യങ്ങളാണ്. ഇനി ചില നമ്മൾ നെയിംസ്, ഇപ്പോൾ സയൻറ്റിഫിക് നെയിംസ് നമ്മൾ പറഞ്ഞു, വാലിഡ് ആയിട്ടുള്ള നെയിം ഏതാണെന്നുള്ളതെന്ന് നോക്കാം. Now see here. See here, if more than one name is published for the same taxonomic unit in the same research work or book or journal etc., the name printed on the earlier page of the concerned publication will have the precedence. അപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതലോ എന്താണ് നെയിം കൊടുക്കുകയാണ് ഒരു സെയിം ടാക്സോണമിക് യൂണിറ്റിന് സെയിം റിസർച്ച് വർക്കിലെങ്കിൽ ബുക്കിലെങ്കിലും ജേർണലിൽ നമ്മൾ 1-2 നെയിം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഏർലിയസ്റ്റ് പേജിൽ നമ്മൾ കൊടുത്ത പേരാണെന്ത് അവരെടുക്കുള്ളൂ, പ്രസിഡൻസ് ആ നെയിമിനാണ് കൊടുക്കുള്ളൂ. ഇനി വേറൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഇഫ് 2 or more names are printed in the same publication, the first appeared name will be taken into precedence. അപ്പോൾ സെയിം പബ്ലിക്കേഷനിൽ 2 അതിൽ കൂടുതലോ നെയിംസ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സെയിം സാധനത്തിന് 2 പേര് കൊടുത്തിട്ടുണ്ട്, 2-ൽ കൂടുതൽ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് അപ്പിയർ ചെയ്ത നെയിമാണ് പ്രസിഡൻസ്, അല്ലെങ്കിൽ അതിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. Then, however, the priority can be decided by the first revisor giving serious consideration to the recommendations of latest code of nomenclature. അപ്പോൾ ഈ റിവൈസർ, അതായത് ഇത് നോക്കുന്ന ആൾക്ക് ഏത് പേരെടുക്കണം അല്ലെങ്കിൽ ഏത് പേര് സെലക്ട് ചെയ്യണം എന്നുള്ളത് പ്രയോറിറ്റി കൊടുക്കാം. എങ്ങനെ? ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോഡിൻ്റെ റൂൾസൊക്കെ അനുസരിച്ചിട്ടാണോ നമ്മൾ ഏത് നെയിമാണ് കൊടുത്തത്, ആ ഏത് നെയിമാണ് സെലക്ട് ചെയ്യേണ്ടത്, ആ റൂൾസൊക്കെ അനുസരിച്ചിട്ടുള്ള നെയിമാണ് നമ്മൾ ഇതിൽ ഫസ്റ്റ് റിവൈസർ എടുക്കുക. ദെൻ വേറൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഇഫ് വൺ ഓഫ് ദ 2 competing names ഈസ് ബേസ്ഡ് ഓൺ എ ബെറ്റർ ഡിസ്ക്രിപ്ഷൻ ഓർ ഈസ് ബേസ്ഡ് ഓൺ എ ബെറ്റർ ടൈപ്പ് മെറ്റീരിയൽ ഓർ ഈസ് ബെറ്റർ നോൺ or has some other nomenclature advantage, this name can be selected by the first revisor. അപ്പോൾ 2 പേര് കൊടുത്തിട്ടുണ്ട്, 2 അതിൽ കൂടുതൽ പേരുകൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പേരിൻ്റെ ഒന്നെങ്കിൽ ഈ പേര് വെച്ചിട്ട് നമ്മൾ ആ ഒരു സ്പെസിമെനെ കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന പേരാണോ, അതല്ലെങ്കിൽ ബെറ്റർ ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ടാണ് അതിന് പേര് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ നോമൻക്ലേച്ചർ അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആർക്ക് ചെയ്യാം, ഈ ഫസ്റ്റ് റിവൈസറിന് സെലക്ട് ചെയ്യാം. അതുപോലെ ക്രോണോളജിക്കൽ പ്രയോറിറ്റി ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ദ കേസ് ഓഫ് സൈമൾട്ടേനിയസ് പബ്ലിക്കേഷൻ. സെയിം ആയിട്ടുള്ള പബ്ലിക്കേഷനിൽ ക്രോണോളജിക്കൽ പ്രയോറിറ്റി കൊടുക്കുന്നില്ല. അതായത്
ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ ഡെസിഗ്നേറ്റഡ് പ്രയോറിറ്റി ഇൻ സുവോളജി. അപ്പോൾ അങ്ങനെ ക്രോണോളജിക്കൽ ഓർഡറിൽ ഇപ്പോൾ ഫസ്റ്റ് പബ്ലിഷ് ചെയ്തു വിചാരിച്ചിട്ട് സെയിം പബ്ലിക്കേഷനിൽ ഫസ്റ്റ് പബ്ലിഷ് ചെയ്തു വെച്ചാൽ ആ ഫസ്റ്റ് റിവൈസറിന് ഏത് സെലക്ട് ചെയ്യാം, ഏതാണ് കൂടുതൽ ബെറ്റർ ആൻഡ് ബെറ്റർ നോക്കിയിട്ടാണ് അവർ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് വാലിഡ് ആൻഡ് അവൈലബിൾ നെയിം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാലിഡ് നെയിം ആൻഡ് അവൈലബിൾ നെയിം? So there is a clear difference between valid name and available name. That is, the available name is properly published according to the requirements of the code. The later, that is, the available name means what? It is the name that is properly published according to the requirements of the code. It may be valid or invalid name. അതിന് വാലിഡ് ആവാം അല്ലെങ്കിൽ ഇൻവാലിഡ് ആവാം. പക്ഷെ വാലിഡ് നെയിം എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഡിനോട്ട്സ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് പ്രീ ഓക്യുപ്പൈഡ് ബൈ എ സീനിയർ സിനോണിം ഓർ ഹോമോണിം. അപ്പോൾ ആ ഒരു വാലിഡ് നെയിമിന് ഒരു സീനിയർ സിനോണിമും ഇല്ല അല്ലെങ്കിൽ ഒരു ഹോമോണിമും ഇല്ല എന്നുള്ളത് ഇല്ലാത്ത ഒരു നെയിമിനാണെന്ന് പറയുക വാലിഡ് നെയിം. ആൻഡ് ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദി കോഡ്. അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദി കോഡ് അനുസരിച്ചിട്ടാണ് ആ നെയിം പബ്ലിഷ് ചെയ്യുന്നത് വെച്ചാൽ അതിന് എന്ത് പറയും? വാലിഡ് നെയിമാണ്. മനസ്സിലായോ വാട്ട് ഈസ് ദ ഡിഫറൻസ്? അപ്പോൾ ഒരു അവൈലബിൾ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണ്? ദ നെയിം ഈസ് പ്രോപ്പർലി പബ്ലിഷ്ഡ് അക്കോർഡിംഗ് ടു റിക്വയർമെൻറ്റ്സ് ഓഫ് കോഡ് ഈസ് സെറ്റ് ടു ബി അവൈലബിൾ നെയിം. ഇറ്റ് മേ ബി വാലിഡ് ഓർ ഇൻവാലിഡ് ആവാം. വാലിഡ് നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിനൊരു സീനിയർ സിനോണിമോ അല്ലെങ്കിൽ ഹോമോണിമോ ഒന്നും ഇല്ലാത്തൊരു നെയിമിനെയാണ് എന്ത് പറയുക? വാലിഡ് നെയിം എന്ന് പറയുന്നത്. അതുപോലെ അത് കോഡിലത്തെ പ്രൊവിഷൻസ് അനുസരിച്ചിട്ടായിരിക്കണം പബ്ലിഷ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അത്രയാണ് പബ്ലിക്കേഷനും പബ്ലിക്കേഷനെ കുറിച്ചിട്ട്. ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പബ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയെന്ന് നോക്കാം. നൗ ലെറ്റ് us see the different kind of publications. അതിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ് ഷോർട്ട് റിസർച്ച് പേപ്പർ. വാട്ട് ഈസ് ഷോർട്ട് റിസർച്ച് പേപ്പർ? The taxonomic usually publishes description of a single or a few genera or subgenera or species or subspecies or combines all of these or some. അപ്പോൾ ഒരു ടാക്സോണമിസ്റ്റ് ചിലപ്പം ഒരു സിംഗിൾ ആയിട്ടുള്ള ടൈപ്പിനെ അല്ലെങ്കിൽ കുറച്ച് ജനറയെ അല്ലെങ്കിൽ ഒരു സബ് ജനറ ഒരു സ്പീഷീസ് ഓർ സബ് സ്പീഷീസ് അല്ലെങ്കിൽ ഇതിനൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതിന് അല്ലെങ്കിൽ അത്രയും പേപ്പേഴ്സിനെയാണ് ഷോർട്ട് റിസർച്ച് പേപ്പർ പറയുക. And it may or may not contain a key for identification. Maybe such short research papers may not contain a key for the identification. May or may not, maybe there will be present, or otherwise there won't be such a key. Then it may also contain a brief checklist of taxa dealt with. Sometimes it may contain a checklist of taxa dealt with. ഏത് ടാക്സിനാണ് അതിൽ പബ്ലിഷ് ചെയ്തതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പറയുന്നത് വെച്ചാൽ അതിനെക്കുറിച്ചൊരു ബ്രീഫായിട്ടുള്ള ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. Then some other short papers may contain sometime new host records or distribution or any other matter of taxonomic importance. അപ്പോൾ ചില ഷോർട്ട് പേപ്പേഴ്സിൽ എന്തുണ്ടാവും? ചിലപ്പോൾ ന്യൂ ഹോസ്റ്റിനെ കുറിച്ചിട്ടുള്ള റെക്കോർഡ്സ് ഉണ്ടാകാം, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ടാക്സോണമിക് ഇമ്പോർട്ടൻസിനെ കുറിച്ചുണ്ടാകും. അപ്പോൾ നമ്മൾ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ആയിരിക്കണം എന്നില്ല. ചിലപ്പം മുന്നേ ഇറക്കിയിട്ടുള്ള റിസർച്ച് പേപ്പേഴ്സ് ആയിരിക്കും. ആ റിസർച്ച് പേപ്പറിൽ പറഞ്ഞിട്ടുള്ള ടാക്സോണമിക് ഗ്രൂപ്പിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഹോസ്റ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിമെൻ്റെ അല്ലെങ്കിൽ ആ ടാക്സയുടെ ഡിസ്ട്രിബ്യൂഷനെ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടായിരിക്കും ചിലപ്പം വേറെ ഷോർട്ട് റിസർച്ച് പേപ്പറിൽ കൊടുക്കുന്നുണ്ടാവുക. Then sometimes when a group is worked out almost completely and published as a monograph or revision, it may be necessary to publish the description or descriptions of one or two or more new taxa discovered later as a separate short paper. അപ്പോൾ ഒരു പേപ്പറിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പിനെ കുറിച്ചിട്ട് നമ്മൾ മോണോഗ്രാഫായിട്ട് കൊടുത്തെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ ലേറ്റർ ആയിട്ടുള്ള ഷോർട്ട് പേപ്പേഴ്സിൽ വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഷോർട്ട് പേപ്പേഴ്സിൽ കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ നമ്മളൊരു ആനിമലിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പ്ലാന്റിനെ കുറിച്ചിട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊരു ഇക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതായിട്ട് മാറിയിട്ടുണ്ട്. ആ ആനിമലോ പ്ലാന്റ് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് വളരെ അർജൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ചെറിയ ഡിസ്ക്രിപ്ഷൻ, ആ പുതിയ ടാക്സോനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് ഓരോ ഷോർട്ട് പേപ്പേഴ്സിലായിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ദെൻ in such a case the taxonomic publishes short papers giving the description of such species. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ മുന്നേ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആനിമൽസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒരു ഷോർട്ട് പേപ്പറായിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ദെൻ പിന്നെ ഒരുപാട് ഷോർട്ട് പേപ്പേഴ്സ് ഇങ്ങനെ
അങ്ങനെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഷോർട്ട് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ അത്ര ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യമല്ല അത്. The publication of many such short papers when one would be sufficient is a problem of all taxonomists must confront with, not only in their concerns. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഷോർട്ട് പേപ്പേഴ്സ് ഒരാൾ തന്നെ ഇങ്ങനെ ഇറക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ കണ്ണിൽ അതൊരു നമ്മളൊരു കരടായിട്ട് മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് പേപ്പേഴ്സ്, ഇപ്പോൾ ഒരാൾക്ക് ഒരുപാട് പേപ്പേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ അത് ഷോർട്ടായിട്ടുള്ള പേപ്പേഴ്സൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് പേപ്പേഴ്സ് ഒരാൾ തന്നെ ഇങ്ങനെ ഒരുപാട് പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അതാണ് ഷോർട്ട് റിസർച്ച് പേപ്പർ. നെക്സ്റ്റ് വൺ ഈസ് റിവിഷൻ. റിവിഷൻ എന്ന് വെച്ചാൽ ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് റിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് ഒരു റീസ്റ്റഡി, ഒരു കംപ്ലീറ്റ് പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ടാക്സിനെ കുറിച്ചിട്ട് ഒന്നുകൂടി റീസ്റ്റഡി ചെയ്യുന്നതിനാണ് റിവിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെ വീണ്ടും പഠിക്കുന്നതിന് എന്ന് പറയുക റിവിഷൻ. അപ്പോൾ this involves examination of all the relevant types of non-taxa or published taxa and re-evaluation of the status of the published taxa. അപ്പോൾ അതിൻ്റെ ഒരു റീഇവാലുവേഷനാണ് ഈ റിവിഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ ഇറ്റ് ഓൾസോ ഇൻവോൾവ്സ് പബ്ലിക്കേഷൻ ഓഫ് ന്യൂ ടാക്സ ഡിസ്കവേർഡ് ഇൻ ദ ഗ്രൂപ്പ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ, ഇപ്പോൾ ആദ്യം പബ്ലിഷ് ചെയ്ത ഗ്രൂപ്പിൽ ഒരു ന്യൂ ടാക്സിനെയാണ് ഡിസ്കവർ ചെയ്തെന്ന് വെച്ചാൽ അതിനെ കുറിച്ചിട്ടും ഈ റിവിഷനിൽ കൊടുക്കാം. ദെൻ such revision may contain brief descriptions or diagnosis of little known taxa. അപ്പോൾ കുറച്ച് അറിവുള്ള ടാക്സിനെ കുറിച്ചിട്ടുള്ള റീഡിസ്ക്രിപ്ഷൻസോ അല്ലെങ്കിൽ ഡയഗ്നോസിസോ ഒക്കെ റിവിഷനിൽ കൊടുക്കാം. അതുപോലെ ലിസ്റ്റ് ഓഫ് സിനോണിംസ് കൊടുക്കാം of each taxon, the new synonymy, new combinations, new names, etc. along with keys can be given in the revision. Now it is also said that a revision usually deals with a super family or family or part of a family. അപ്പോൾ റിവിഷനിൽ ഒന്നെങ്കിൽ സൂപ്പർ ഫാമിലിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫാമിലിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് എന്താ ഫാമിലി അതിനെ കുറിച്ചിട്ടൊക്കെ റീസ്റ്റഡി ഉണ്ടാകാം. And it can also deal with genus or species group അല്ലെങ്കിൽ ജീനസ് ഗ്രൂപ്പിനെ കുറിച്ചിട്ടുള്ള റിവിഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ ജനറിക് റിവിഷൻസ് ആൻഡ് സ്പീഷീസ് റിവിഷൻസ് ആർ യൂഷ്വലി പബ്ലിഷ്ഡ് ബൈ മോസ്റ്റ് ടാക്സോണമിസ്റ്റ്. അപ്പോൾ കൂടുതൽ ടാക്സോണമിസ്റ്റും ഇങ്ങനെ ജീൻസിൻ്റെ റിവിഷൻസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സ്പീഷീസിൻ്റെ റിവിഷൻസൊക്കെയാണ് കൂടുതൽ ടാക്സോണമിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഹിയർ the Bowsek and T.C. Narendra 1981, Indian chalcid wasp of Hamter genus Derinus parasitic on synanthropic and other diphtheria. അതിനെ കുറിച്ചിട്ടുള്ള റിവിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1951 ഫസ്റ്റ് റിവിഷൻ ഓഫ് ദ യൂറോപ്യൻ സ്പീഷീസ് ഓഫ് ഫാമിലി ചാൽസിഡിഡിയെ അതിനെക്കുറിച്ചുള്ള റിവിഷനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ എക്സാമ്പിൾസാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ എക്സാമ്പിൾസൊക്കെ ജോട്ട് ഔട്ട് ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് ഈസ് മോണോഗ്രാഫ്. അപ്പോൾ എന്താണ് മോണോഗ്രാഫ്? ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് ഒരു ഇതിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് മോണോഗ്രാഫ് എന്ന് വെച്ചാൽ. ലെറ്റ് us see, this is the most important among all taxonomy publication. അപ്പോൾ എല്ലാ ടാക്സോണമി പബ്ലിക്കേഷനിലും വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മോണോഗ്രാഫ്. ഇതിലെന്തൊക്കെ ഉണ്ടാവും? ഇറ്റ് ഇൻവോൾവ്സ് റിവിഷൻ ഓഫ് ദി ടാക്സ സെലക്റ്റഡ് ഫോർ ദ മോണോഗ്രാഫിക് വർക്ക്. അപ്പോൾ മോണോഗ്രാഫിക് വർക്കിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ടാക്സിനെ കുറിച്ചുള്ള റിവിഷൻ ഉണ്ടാവും. ഇറ്റ് വിൽ ബി ഇൻക്ലൂഡിങ് ഇറ്റ്സ് ബ്രീഫ് ബയോളജി ആൻഡ് ബിഹേവിയർ, ദെൻ ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ, കാറ്റലോഗ് ഓർ ചെക്ക് ലിസ്റ്റ്, അഫിനിറ്റീസ്, ഫൈലോജിനി എക്സെട്ര. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഓരോ ഇതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ടാക്സിനെ കുറിച്ചിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് ഉണ്ടാവും മോണോഗ്രാഫിൽ. So the monograph gives detailed treatment of morphological and geographical variation of relationship. അപ്പോൾ മോണോഗ്രാഫിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിൻ്റെ മോർഫോളജിക്കലിനെ കുറിച്ചിട്ട് അതുപോലെ ജോഗ്രഫിക്കൽ വേരിയേഷൻസ് ഓഫ് ദ റിലേഷൻഷിപ്പ് അതൊക്കെ കൊടുത്തിട്ടുണ്ടാവും മോണോഗ്രാഫിൽ. അപ്പോൾ യൂഷ്വലി ഒരു മോണോഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം 3 to 5 years it is said to be it takes about 3 to 5 years for completion of a monograph. Okay, ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഈസ് അതിൽ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. മെക്കിനറിൻ്റെയും അതുപോലെ നരേന്ദ്രൻ ടി.സിയുടെ. മെക്കിനറിൻ്റെ in 2000 ദ ബീസ് ഓഫ് ദ വേൾഡ്, ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി പ്രസ്, ബാൽട്ടിമോർ, മാരിലാൻഡ്. അപ്പോൾ എത്ര പേജ് തൊട്ട് എത്ര പേജ് വരെ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹിയർ യു ക്യാൻ സീ 1 to എക്സാമ്പിൾസ് ഉണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നരേന്ദ്രൻ ടി.സിയുടെ എക്സാമ്പിൾ. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾസൊക്കെ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. So that is about monograph.
നെക്സ്റ്റ് ഈസ് ഫോണൽ ഓർ ഫ്ലോറൽ വർക്ക്സ്. അപ്പോൾ ഇതിൽ ഫോണൽ ഓർ ഫ്ലോറൽ വർക്ക്സിൽ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഒരു ഏരിയയിലോ അല്ലെങ്കിൽ ഒരു റീജിയനിലുള്ള ഫോണയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഫ്ലോറയെ കുറിച്ചിട്ടുള്ള ലിസ്റ്റുകളാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലിസ്റ്റ് ഓഫ് നെയിംസ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ടാക്സ ഓഫ് എ പെർട്ടിക്കുലർ ഏരിയ ഓർ എ റീജിയൻ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിലോ അല്ലെങ്കിൽ റീജിയനിലുള്ള ഗ്രൂപ്പ് ഓഫ് ടാക്സിനെ കുറിച്ചിട്ടുള്ള ലിസ്റ്റുകളാണ് ഉണ്ടാവുന്നത്. ഇറ്റ് മേ ഇൻക്ലൂഡ് ഇൻഫർമേഷൻ ഓൺ ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓൾസോ. അപ്പോൾ അതിൽ ചിലപ്പോൾ എന്തുണ്ടാകാം, ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാകാം. ആൻഡ് ഇറ്റ് നീഡ് നോട്ട് മേക്ക് എനി ക്ലാരിഫിക്കേഷൻ ഓഫ് ടാക്സോണമിക് പ്രോബ്ലംസ്. അപ്പോൾ ഇത് ഓരോ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ടാക്സിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കില്ല അതിൽ. ഇറ്റ് ഓഫൺ ബിക്കംസ് വെരി യൂസ്ഫുൾ ഇഫ് ഇറ്റ് ഈസ് ഓൾസോ കണ്ടെയ്ൻസ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. അപ്പോൾ എത്ര ക്വാണ്ടിറ്റിയിൽ ഈ കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഏകദേശം ഡിസ്ട്രിബ്യൂഷനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ വർക്ക്സ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇക്കോളജിക്കൽ കമൻസ് ഓൾസോ, ഇഫ് ഇറ്റ് ഈസ് ഗിവിംഗ് ദ ഇക്കോളജിക്കൽ കമൻസ് ഓഫ് സച്ച് names of the group, it will be more useful. Then the report of expeditions also belongs to category of phonistic papers. അപ്പോൾ ഈ വർക്ക് എന്താണ് phonistic പേപ്പേഴ്സിലായിരിക്കും. The faunal works also give opportunities to describe new species and genera. So they will be listing out some names of the group present in an area. അപ്പോൾ ഇത് ഫ്യൂച്ചറിൽ കുറേ യൂസ്ഫുൾ ആയിരിക്കും. എങ്ങനെ പുതിയ സ്പീഷീസിനെ അല്ലെങ്കിൽ ജനറേനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. For examples are given there, that is fauna of India and adjacent countries covering many group of animals published by the Zoological Survey of India, Calcutta. അപ്പോൾ that is an example of a faunal work. അപ്പോൾ ഇതൊക്കെ പഠിക്കാം. നെക്സ്റ്റ് ഈ സിനോപ്സിസ് ആൻഡ് റിവ്യൂസ്. എന്താണ് സിനോപ്സിസ് ആൻഡ് റിവ്യൂസ് എന്ന് വെച്ചാൽ ദീസ് ഇൻക്ലൂഡ് ഷോർട്ട് സമ്മറീസ് ഓഫ് കറൻറ്റ് നോളേജ് ഓഫ് എ ഗ്രൂപ്പ്. അപ്പോൾ ഒരു ഗ്രൂപ്പിനെ കുറിച്ചിട്ടുള്ള കുറച്ച് സമ്മറീസ് ആയിരിക്കും, കറൻറ്റ് നോളജ് ആയിരിക്കും. പുതിയ നോളജ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരിക്കും ഈ സിനോപ്സിസ് അല്ലെങ്കിൽ റിവ്യൂസ്. ദേ ഹെൽപ്പ് ടു കമ്പൈൽ ഓൾ സ്കാറ്റേഡ് ഇൻഫർമേഷൻ ഓൺ എ ഗ്രൂപ്പ് ടുഗെദർ ഇൻ വൺ വോളിയം ഓർ എ പേപ്പർ. അപ്പോൾ ഒറ്റ പേപ്പറിൽ അല്ലെങ്കിൽ ഒരു വോളിയത്തിലോ ഒരു ഇങ്ങനെ സ്കാറ്ററായി കിടക്കുന്ന കുറേ കാര്യങ്ങൾ കമ്പൈൽ ചെയ്തിട്ട് ഒറ്റ വോളിയത്തിൽ കൊടുക്കുന്നതാണ് എന്ത് സിനോപ്സിസ് അല്ലെങ്കിൽ റിവ്യൂസ്. The synopsis and reviews form a good foundation for further detailed revisions and monographic works. അപ്പോൾ ഇത് കൂടുതൽ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് വർക്ക്സൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സിനോപ്സിസും റിവ്യൂസൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ മോണോഗ്രാഫിക് വർക്ക്സൊക്കെ അണ്ടർഗോ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിനോപ്സിസ് ആൻഡ് റിവ്യൂസ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ആൻഡ് ദർ ഈസ് എൻ എക്സാമ്പിൾ ഫോർ അബൌട്ട് സിനോപ്സിസ് ഓഫ് ജനർ ഓഫ് ദ ഫാമിലി യൂറിറ്റോമിഡേ, ട്രാൻസ് ആമർ എൻറ്റമോൾ സൊസൈറ്റി 97. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ബർക്സ് ആണിത് ഈ സിനോപ്സിസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യു ക്യാൻ സ്റ്റഡി 1 or 2 എക്സാമ്പിൾസ് ഫ്രം ഈച്ച് കൈൻഡ് ഓഫ് പബ്ലിക്കേഷൻ. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പബ്ലിക്കേഷൻസ് ആണ്. ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് വൺ ഈസ് ദ ഷോർട്ട് റിസർച്ച് പേപ്പേഴ്സ്, ദെൻ റിവിഷൻസ്, മോണോഗ്രാഫ്, ഫോണൽ ഓർ ഫ്ലോറൽ വർക്ക്സ്, ദെൻ സിനോപ്സിസ് ആൻഡ് റിവ്യൂസ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് പബ്ലിക്കേഷനാണ് ഹാൻഡ് ബുക്സ് ആൻഡ് മാനുവൽസ് എന്നുള്ളത്. വാട്ട് ഈസ് ഹാൻഡ് ബുക്ക് ആൻഡ് മാനുവൽസ്? ദിസ് ഈസ് പ്രൈമർലി മെൻ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഫോണ ഓർ ഫ്ലോറ ഇൻ ദ ഫീൽഡ്. അപ്പോൾ ഒരു ഫീൽഡിലുള്ള ഫോണയോ അല്ലെങ്കിൽ ഫ്ലോറയോ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാൻഡ് ബുക്സ് അല്ലെങ്കിൽ മാനുവൽസ്. ഇതിൽ ഇമ്പോർട്ടൻറ്റ് കീ ക്യാരക്ടേഴ്സ് ആർ പ്രൊവൈഡഡ് ആംപ്ലി ഇല്ലസ്ട്രേറ്റഡ്. അപ്പോൾ കീ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ ഇല്ലസ്ട്രേഷൻസും ഉണ്ടാവും. നോ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ടാക്സ് ആർ പ്രൊവൈഡഡ്. അപ്പോൾ ഓരോ ടാക്സിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ ബ്രീഫായിട്ടുള്ള ഡയഗ്നോസിസ് ഓഫ് നോൺ ടാക്സ്, അറിയാവുന്ന ടാക്സിനെ കുറിച്ചിട്ടുള്ള ബ്രീഫായിട്ടുള്ള ഡയഗ്നോസിസ് കൊടുത്തിട്ടുണ്ടാവും. കാരണം ഇത് ഇല്ലസ്ട്രേഷൻ പ്രൊവൈഡ് ചെയ്ത കാരണം തന്നെ കൂടുതലായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ദർ ആർ ഗിവൺ 2 എക്സാമ്പിൾസ്. വൺ ഈസ് ഗ്രിസിൽ ആൻഡ് ഷൗഫ് ME 1990, എ ഹാൻഡ് ബുക്ക് ഓഫ് ഫാമിലീസ് ഓഫ് നിയാർഡിക് കാൽസിഡോയിഡിയെ, എൻറ്റമോളജിക്കൽ സൊസൈറ്റി ഓഫ് വാഷിങ്ടൺ DC. അപ്പോൾ അതൊരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ ഈസ് കാറ്റലോഗ് ആൻഡ് ചെക്ക് ലിസ്റ്റ്. എന്താണ് കാറ്റലോഗ്? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ലൈബ്രറിയിലൊക്കെ ഉണ്ടാവും, കാറ്റലോഗ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നോക്കാം. എ കാറ്റലോഗ് കൺസിസ്റ്റ് ഓഫ് എൻ അപ്ഡേറ്റ് ലിസ്റ്റ് ഓഫ് നെയിംസ് ഓഫ് പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ടാക്സ വിത്ത് ഡീറ്റെയിൽഡ് റെഫറൻസസ് ഓൺ ഇറ്റ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ടാക്സിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ലിസ്റ്റ് ഓഫ് നെയിംസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് റെഫറൻസസും കൊടുത്തിട്ടുണ്ടാകും. അത് ആ റെഫറൻസസിൽ എന്തൊക്കെ ഉണ്ടാവും? ലൈക്ക് ദ ടൈപ്പ്, ലൊക്കാലിറ്റി,
ലൊക്കാലിറ്റി ഉണ്ടാകും, എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്ത് ഡെപ്പോസിറ്ററിൻ്റെ പേരുണ്ടാവും, അതുപോലെ ഏതൊക്കെയാണ് അതിൻ്റെ ഹോസ്റ്റ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എക്സെട്ര വിൽ ബി ഗിവൺ ഇൻ ദ കാറ്റലോഗ്. ദെൻ ചെക്ക് ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? എ ചെക്ക് ലിസ്റ്റ് ഇൻ ദ അതർ ഹാൻഡ് ഡസ് നോട്ട് കണ്ടെയ്ൻ റെഫറൻസസ് ആൻഡ് അതർ ഇൻഫർമേഷൻ സച്ച് ആസ് ഹോസ്റ്റ് ടൈപ്പ് ഇൻഫർമേഷൻ എക്സെട്ര. അപ്പോൾ ചെക്ക് ലിസ്റ്റ് എന്താണ്? കൂടുതൽ ഇതേപോലെ റെഫറൻസസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കൂടുതലായിട്ട് ഇൻഫർമേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അതിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി എ ലിസ്റ്റ് ഓഫ് വാലിഡ് നെയിംസ് ആൻഡ് സിനോണിംസ് വിത്ത് ഇയർ ഓഫ് പബ്ലിക്കേഷൻ and a broad indication of geographical distribution. So it consists of only a list of valid names and synonyms with year of publication. അതിൻ്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ വെച്ചിട്ട് എന്താണ് അത് ഏത് ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ദ സ്റ്റൈൽ ഓഫ് ചെക്ക് ലിസ്റ്റ് യൂഷ്വലി വാരീസ് സ്ലൈറ്റ്ലി ഫ്രം ഗ്രൂപ്പ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിന് അനുസരിച്ചിട്ട് ചെക്ക് ലിസ്റ്റിൻ്റെ സ്റ്റൈല് വേരി ചെയ്തുകൊണ്ടേ ഇരിക്കും. There will be variation in the checklist. Then the catalogs and checklists are extremely useful to know how many species or genera are reported from an area. അപ്പോൾ ഈ കാറ്റലോഗും ചെക്ക് ലിസ്റ്റിൻ്റെ ഒരു എന്താണ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഏരിയയിൽ എത്രമാത്രം സ്പീഷീസ് അല്ലെങ്കിൽ ജനറ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദെൻ അതിൻ്റെ സിനോണിംസ് എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ അതിൻ്റെ ഹോസ്റ്റ് റെക്കോർഡിനും ടൈപ്പ് ഡെപ്പോസിറ്ററി എക്സെട്ര ഇതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഒരു കാറ്റലോഗിൽ നിന്ന് അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റിൽ നിന്നോ കിട്ടും. ദെൻ ഇഫ് എ കാറ്റലോഗ് ഈസ് അവൈലബിൾ ലോട്ട് ഓഫ് ടൈം ക്യാൻ ബി സേവ് ഫ്രം സെർച്ചിങ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, വേറൊരു അഡ്വാൻറ്റേജ് എന്താണ്? ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ മറ്റുള്ള സുവോളജിക്കൽ അല്ലെങ്കിൽ ബൊട്ടാനിക്കൽ റെക്കോർഡ്സിനെ എന്നൊക്കെ തിരഞ്ഞ് കണ്ടുപിടിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനത്തെ കാറ്റലോഗ്സ് ഉണ്ടെങ്കിൽ എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതിൻ്റെ 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടെന്ന് സുബ്ബറാവുവിൻ്റെയും സുബ്ബറാവു ദെൻ BR ആൻഡ് ഹയാത്ത് M. സുബ്ബറാവു BR, ഹയാത്ത് എമ്മിൻ്റെ, അതുപോലെ ശശിധരൻ N അവരുടെയൊക്കെ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ രണ്ടെണ്ണമൊക്കെ പഠിച്ചു വെക്കാം. നെക്സ്റ്റ് വൺ ഈസ് അറ്റ്ലസ്. അപ്പോൾ അറ്റ്ലസ് എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇല്ലസ്ട്രേഷൻ ഓഫ് ദ സ്പീഷീസ് ഓഫ് വേരിയസ് ടാക്സോണമി. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എന്താണ്? ഡയഗ്രാംസ് ഉണ്ടാവുക, ഇല്ലസ്ട്രേഷൻസ് ആണ് ഉണ്ടാവുക. ദർ മേ ബി ഡയഗ്രാമാറ്റിക് ഓർ ആക്ച്വൽ ഡ്രോയിങ്സ് ഓർ ഫോട്ടോഗ്രാഫ്സ് ഓർ സെമി ഡയഗ്രാമാറ്റിക് ഡ്രോയിങ്സ്. അപ്പോൾ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും, ആക്ച്വൽ ആയിട്ടുള്ള കറക്റ്റ് ഡ്രോയിങ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സെമി ഡയഗ്രാമാറ്റിക് ഡ്രോയിങ്സും ആയിരിക്കാം. സോ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് അറ്റ്ലസ്? ദേ ആർ വെരി യൂസ്ഫുൾ വെൻ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ടാക്സോൺ ഈസ് ഇൻആഡിക്വേറ്റ് ടു ഷോ ദ ക്യാരക്ടേഴ്സ് ക്ലിയർലി. അപ്പോൾ ഒരു ടാക്സോണെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് ഇൻആഡിക്വേറ്റ് അതിൻ്റെ കുറിച്ചുള്ള ക്യാരക്ടേഴ്സ് ക്ലിയർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്കൊരു അറ്റ്ലസ് ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പബ്ലിക്കേഷൻസ്. അപ്പോൾ ഏതൊക്കെയാണ് പബ്ലിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഷോർട്ട് റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട്, ദെൻ റിവിഷൻ, മോണോഗ്രാഫ്, faunal and floral works, synopsis and reviews, then handbooks and manuals, catalogs and checklists and atlas. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പബ്ലിക്കേഷൻസ് ഉള്ളത്. ഓക്കെ, ഇത്രയും പറഞ്ഞത് മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം കേട്ടോ. So next we can move on to the topic description. അപ്പോൾ taxonomic publicationൻ്റെ one of the major feature is that description should be given for any taxa. അപ്പോൾ എന്താണ് ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ടാക്സിനെ കുറിച്ചിട്ടുള്ള കുറേ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ന്യൂ ടാക്സിനെ കുറിച്ചിട്ട് ഉള്ള അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുക. പണ്ടത്തെ കാലത്തൊക്കെ എന്താണ് ഈ ഓതേഴ്സിന് എന്ത് ചെയ്യാം, അവരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് മാത്രമേ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡിസ്ക്രിപ്ഷനിലൊക്കെ. അന്ന് മൈക്രോസ്കോപ്പ് ഒന്നും ഇൻവെൻറ്റ് ചെയ്യാത്ത കാലത്താണ്. അപ്പോൾ കുറച്ച് അവരുടെ ഉള്ള നോളേജ് വെച്ചിട്ട് അവൾക്ക് കാണാൻ പറ്റുന്ന ഒബ്സർവബിളായിട്ട് ക്യാരക്ടേഴ്സ് മാത്രമായിരിക്കും അവർ ഡിസ്ക്രിപ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ അതൊക്കെ എന്താണ് ദിസ് ഡിസ്ക്രിപ്ഷൻസ് മെയിൻലി അപ്പോൾ വളരെ ബ്രീഫായിരിക്കും. പിന്നെ ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടൊക്കെ ഈ ഡിസ്ക്രിപ്ഷൻ വളരെ അത്ര ഹെൽപ്ഫുൾ ആയിരിക്കില്ല. പക്ഷേ ലേറ്റർ ഇയേഴ്സിൽ ഇൻവെൻറ്റ് ചെയ്ത് മൈക്രോസ്കോപ്പൊക്കെ ഇൻവെൻറ്റ് ചെയ്ത ശേഷം അപ്പോൾ കൂടുതൽ മോർഫോളജിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ, ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ അതുപോലെ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പൊക്കെ വെച്ചിട്ട് കൂടുതൽ സ്റ്റഡീസൊക്കെ, കൂടുതൽ ഡിസ്ക്രിപ്ഷൻസൊക്കെ എക്സ്റ്റേണൽ മോർഫോളജിനെ കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ, ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടൊക്കെ സാധിച്ചു. അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷനിൽ മെയിനായിട്ട് 3 പാർട്സാണ് ഉള്ളത്, 3 ഡിവിഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് ഡയഗ്നോസിസ്, ദെൻ ദ സെക്കൻഡ് പാർട്ട് ഈസ് general description, and the
തേർഡ് പാർട്ട് ഈസ് ഡിസ്കഷൻ ഓഫ് റിമാർക്ക്. അപ്പോൾ 3 പാർട്സാണ് എന്ത് ഡിസ്ക്രിപ്ഷനിൽ ഉള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ട് ഡയഗ്നോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സാലിയൻ ഫീച്ചേഴ്സ് ബൈ വിച്ച് ദ ടാക്സോൺ ക്യാൻ ബി ഡിസ്റ്റിംഗ്വിഷ് ഫ്രം ദി ഓൾ റിലേറ്റഡ് ടാക്സ് പ്രൊവൈഡ്. അപ്പോൾ ഈ ഡയഗ്നോസിസിൽ എന്താണ് മെയിനായിട്ടുള്ള സാലിയൻ ഫീച്ചേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഒരു ടാക്സിനെ കുറിച്ചുള്ള സാലിയൻ ഫീച്ചേഴ്സ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ആ എന്താണ് മറ്റുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സിനെ വെച്ചിട്ട് നമുക്ക് വേഗം ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാലിയൻ ഫീച്ചേഴ്സ് കൊടുക്കുന്നതാണ് ഡയഗ്നോസിസിൽ. പിന്നെ സെക്കൻഡ് പാർട്ടാണ് ജനറൽ ഡിസ്ക്രിപ്ഷൻ. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മോർഫോളജിക്കൽ ഫീച്ചേഴ്സിനെ ബോത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത് അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ഇതിൽ കൊടുക്കും ഈ ജനറൽ ഡിസ്ക്രിപ്ഷനിൽ. സോ ദ മോർ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ദ ബെറ്റർ ഇറ്റ് വിൽ ബി ഫോർ ഈസി റെക്കഗ്നീഷൻ ഓഫ് ദി ടാക്സോൺ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പെട്ടെന്ന് അതിനെ മനസ്സിലാക്കാൻ ഈസിലി റെക്കഗ്നൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ദെൻ അൺഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് കൊടുക്കുക എന്ന് വെച്ചാൽ ചിലപ്പം അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഭാവിയിൽ എന്ത് ചെയ്യാം ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കാം. For a good taxonomic description, the author needs to have a thorough knowledge of the taxa concept. അപ്പോൾ ആ ടാക്സിനെ കുറിച്ചിട്ട് നല്ല നോളേജ് നമുക്ക് ഉണ്ടായിരിക്കണം, എന്നാലും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷന് കൊടുക്കാൻ കഴിയുള്ളൂ. ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അറിയിരിക്കണം. എ ബിഗിനർ ഇൻ ടാക്സോണമി ക്യാൻ ലേൺ ടു ഡിസ്ക്രൈബ് എ ടാക്സോൺ ബൈ സ്റ്റഡിങ് ദി വേരിയസ് പബ്ലിഷ്ഡ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ പുതിയൊരു ടാക്സോണമിസ്റ്റ് അല്ലെങ്കിൽ പുതിയ ഒരു ബിഗിനറിന് നമുക്ക് ഇങ്ങനത്തെ പബ്ലിഷ് ചെയ്ത ഡിസ്ക്രിപ്ഷനെ കുറിച്ച് വായിച്ചു കഴിഞ്ഞാൽ തന്നെ എങ്ങനെയാണ് എന്താണ് ടാക്സോൺ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അത് നല്ല വർക്കേഴ്സ് ഇറക്കിയിട്ടുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ വായിക്കണം കേട്ടോ. ദെൻ ഈ ഇപ്പോൾ ജനറൽ ഡിസ്ക്രിപ്ഷനിൽ മെയിനായിട്ട് 4 ഭാഗമായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ടാവുക. ഈ ഡയഗ്നോസിസ് അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് ഡിസ്ക്രിപ്ഷനിൽ മെയിനായിട്ട് 3 പാർട്സാണ്. ഫസ്റ്റ് ഡയഗ്നോസിസിൽ എന്താണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഡയഗ്നോസ്റ്റിക് ക്യാരക്ടേഴ്സ് മാത്രമേ കൊടുക്കുള്ളൂ. ഇനി ജനറൽ ഡിസ്ക്രിപ്ഷനിൽ ഫുള്ളായിട്ടുള്ള അതായത് സെക്കൻഡ് പാർട്ടാണ് ജനറൽ ഡിസ്ക്രിപ്ഷൻ. അതിൽ ഫുൾ കാര്യങ്ങൾ ഇമ്പോർട്ടൻറ്റും അൺഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ടിൽ എന്തുണ്ടാവും? ഫസ്റ്റ് പാർട്ടിൽ ഫസ്റ്റ് പാരഗ്രാഫ് ആ സ്പീഷീസിൻ്റെ കളറിനെ കുറിച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു സ്പീഷീസ് ചാൽസിഡോയിഡ് വാസ്പിന് ഹൈമനോപ്റ്റെറ ഗ്രൂപ്പിൽ ചാൽസിഡോയിഡിയയിലുള്ളത് അതിനെ കുറിച്ചിട്ട് യൂഷ്വലി കളർ ഓഫ് സ്പീഷീസ് ഇസ് ഗിവൺ ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് ആഫ്റ്റർ ദ ബോഡി. അപ്പോൾ ഫസ്റ്റ് ബോഡി ലെങ്ത്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് ഫസ്റ്റ് പാരഗ്രാഫ് അതിന് കളറിനെ കുറിച്ചിട്ടാണ് കൊടുക്കുന്നുണ്ടാവുക. ദെൻ ചില കേസസിൽ സെക്കൻഡ് പാരഗ്രാഫിലായിരിക്കും കളറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക. പിന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ എന്തിനെ കുറിച്ചിട്ടായിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുക? അതിൻ്റെ ഹെഡിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ അപ്പൻഡേജസിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ടാകും. പിന്നെ തേർഡ് പാരഗ്രാഫിലാണ് തൊറാക്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തൊറാക്സിലെ അപ്പൻഡേജസിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ ഫോർത്ത് പാരഗ്രാഫ് അപ്പോൾ ഹെഡിൽ അപ്പൻഡേജസ് ചെറിയ ആൻറ്റിന ഇതൊക്കെയാണ്, ആൻറ്റിന മൗത്ത് പാർട്സൊക്കെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. പിന്നെ തേർഡ് പാരഗ്രാഫിൽ എന്താണ് തോറാക്സും അതിൻ്റെ അപ്പൻഡേജസിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കും. പിന്നെ ഫോർത്ത് പാരഗ്രാഫ് അബ്ഡമനും ആൻഡ് ഇറ്റ്സ് അപ്പിക്കൽ അസോസിയേറ്റഡ് സ്ട്രക്ചേഴ്സ്, അബ്ഡമനും അപ്പിക്കൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും ഫോർത്ത് പാരഗ്രാഫിൽ കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെയാണ് ജനറൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകുന്നത്. Then the third part ആണ് the discussion or remarks. Under this the author compares the taxon with related taxa giving its പിന്നെ ഈ discussion or remarksൽ എന്തായിരിക്കും ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്തതിനെ വെച്ചിട്ട് നമ്മൾ വേറൊരു റിലേറ്റഡ് ആയിട്ട് ടാക്സിനെ വെച്ച് സിമിലാരിറ്റീസും ഡിഫറൻസസ് നോക്കുന്നതിനാണ് എന്താ പറയുക ഡിസ്കഷൻ അല്ലെങ്കിൽ റിമാർക്സ്. അതിൽ ഡീറ്റെയിൽസ് ആൻഡ് ഹോസ്റ്റിന് ഡീറ്റെയിൽസ് ഉണ്ടാവും, ഹാബിറ്റാറ്റ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മെറ്റീരിയൽ എക്സാമിൻഡ് പ്രൊവൈഡ് ബിഫോർ ഡിസ്കഷൻ. അപ്പോൾ ഡിസ്കഷന് മുമ്പ് ഇതൊക്കെ ഈ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ടാവും. എന്തൊക്കെ? Details of the host, habitat, distribution and material examined, etc. will be given. See the next പേജിലാണ് ഇതുള്ളത് കേട്ടോ. പേജ് എടുത്തൊക്കെ മറന്നു. പേജ് നമ്പർ നിങ്ങളുടെ അടുത്ത് പ്രിൻറ്റഡ് കോപ്പീസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് പേജ് നമ്പർ 58 ബാക്കിയുള്ള കാര്യങ്ങളുള്ളത്. അപ്പോൾ അതിൽ വായിച്ച് നോക്കിയാൽ തന്നെ ഒക്കെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ the description should be supplemented and support with good illustrations. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ എന്തായിരിക്കും നല്ല ഇല്ലസ്ട്രേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ആ ടാക്സോണെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നല്ല ഇല്ലസ്ട്രേഷൻസ് കൊടുത്തിട്ടുണ്ടാകണം. ദെൻ അതുപോലെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളൊക്കെ ഫോട്ടോഗ്രാഫോ അല്ലെങ്കിൽ ഡ്രോയിങ്സൊക്കെ വെക്കാം. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് ഡിസ്ക്രിപ്ഷൻ.
Then the description published by an author of a new taxon for the first time is known as the original description. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഒരു ടാക്സനെ കുറിച്ചിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തൊരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയും, ഒറിജിനൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയും. പിന്നെ അതിന് ശേഷമുള്ള സബ്സിക്വൻറ്റ് ഡിസ്ക്രിപ്ഷനൊക്കെ എന്തായിരിക്കും? ഇറ്റ് ഈസ് നോൺ ആസ് റീ ഡിസ്ക്രിപ്ഷൻ. അതൊക്കെ എന്താണ്? റീ ഡിസ്ക്രിപ്ഷൻസ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാക്സിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസിനെയാണ് എന്ത് പറയുക? ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുക. അതിൽ മെയിനായിട്ട് 3 പാർട്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഡയഗ്നോസിസ് ഉണ്ട്, ദെൻ ജനറൽ ഡിസ്ക്രിപ്ഷൻ, ദെൻ ഡിസ്കഷൻ ആൻഡ് റിമാർക്ക്. അപ്പോൾ ഡയഗ്നോസിസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് മെയിനായിട്ടുള്ള ചില ഡയഗ്നോസ്റ്റിക് ഫീച്ചേഴ്സ് മാത്രമേ ഡയഗ്നോസിസിൽ ഉണ്ടാവുള്ളൂ. ജനറൽ ഡിസ്ക്രിപ്ഷനിലാണ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ഓരോ പാരഗ്രാഫിലായിരിക്കും ഓരോ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ടാവുക. അതിലെന്തൊക്കെ ഉണ്ടാവും? ഫസ്റ്റ് പാരഗ്രാഫിൽ അതിൻ്റെ ബോഡി ലെങ്ത്ത്, ദെൻ കളറൊക്കെ കൊടുത്തിട്ടുണ്ടാകാം. ദെൻ സെക്കൻഡ് പാരഗ്രാഫിലെ ഹെഡും അതിൻ്റെ അപ്പൻഡേജസും, തേർഡ് പാരഗ്രാഫിൽ തൊറാക്സും അതിൻ്റെ അപ്പൻഡേജസും, ദെൻ ഫോർത്ത് പാരഗ്രാഫിലെ അബ്ഡമനും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാകും. അത് കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകും ജനറൽ ഡിസ്ക്രിപ്ഷനിൽ. ഇമ്പോർട്ടൻറ്റും അൺഇമ്പോർട്ടൻ്റ് ആയ ക്യാരക്ടേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടാകും. പിന്നെ പല ഗ്രൂപ്പിനും ഈ പാരഗ്രാഫിൻ്റെ പറഞ്ഞതിൽ പല ഗ്രൂപ്പിലും പല രീതിയിലായിരിക്കും കേട്ടോ. ചിലപ്പം ചില പാരഗ്രാഫിൽ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ചില ടാക്സൊക്കെ അത് തന്നെ ആയിരിക്കണം എന്നില്ല. പിന്നെ അതുപോലെ ഹോസ്റ്റൽ ഡീറ്റെയിൽസും പിന്നെ ഹാബിറ്റാറ്റ്, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റീരിയൽ എക്സാമിൻ എക്സെട്ര വിൽ ബി ഗിവൺ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ന്യൂ ടാക്സിനെ കുറിച്ചിട്ട് പഠിച്ചിട്ട് ഫസ്റ്റ് പബ്ലിഷ് ചെയ്താണ് ഒറിജിനൽ ഡിസ്ക്രിപ്ഷൻ. പിന്നെ അതിന് ശേഷം വരുന്ന ആ ടാക്സിനെ കുറിച്ചിട്ടുള്ള വീണ്ടും വരുന്ന ഓരോ പബ്ലിക്കേഷൻ എന്ന് പറയും റീ ഡിസ്ക്രിപ്ഷനാണ്. റീ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പുവർലി ഡിസ്ക്രൈബ് ടാക്സൺ ഈസ് പെർഹാപ്സ് ഓഫ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ദാൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ന്യൂ ടാക്സൺ. അപ്പോൾ ഒരു പുവർലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത ടാക്സണിനെ കുറിച്ചിട്ടുള്ള റീ ഡിസ്ക്രിപ്ഷൻ ചിലപ്പം കൂടുതൽ യൂസ്ഫുൾ ആകും. കാരണം അതിൽ പിന്നെയും സ്റ്റഡി ചെയ്തിട്ടായിരിക്കും എന്തോ റീ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ അതായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്ക്രിപ്ഷനുള്ളത്. അപ്പോൾ ഒരുപാട് ലെങ്തി ആയി എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ നരേന്ദ്രൻ സാറിൻ്റെ ടെക്സ്റ്റ് വളരെ സിമ്പിളാണ്. ആ മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇതിലങ്ങനെ എന്താണ് ഒരു 1-2 തവണ വായിച്ചാൽ തന്നെ ഒക്കെ മനസ്സിലിരിക്കും. പിന്നെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഓക്കെ, താങ്ക് യു.